പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആമേൻ വചനങ്ങളെയും അതോടൊപ്പം തന്നെ ഈ പാളയത്തെ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന അല്ലാഹു അക്ബർ വിളികളെയും ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന അമ്മേ നാരായണ ദേവി നാരായണ ശരണമന്ത്രങ്ങളെയും എല്ലാം ഒരുപോലെ നെഞ്ചേറ്റി വാങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആ ഒരു സമൂഹത്തിലാണ് ആറ്റുകാൽ പൊങ്കാല നടക്കാൻ പോകുന്നത്. എല്ലാ ക്രമീകരണങ്ങളുമായി ജാതി മത വ്യത്യാസ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എല്ലാ തവണയും ഇതിൽ മുൻപന്തിയിൽ ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഇത്തവണത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഈ നഗരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ, അവർക്ക് വിശ്രമിക്കാൻ, അതുപോലെ തന്നെ അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സൗകര്യം അവർക്ക് ലഭ്യമാവേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആരാധനാലയങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളുണ്ട്. കമ്മ്യൂണിറ്റി ഹാളിൽ തലേ ദിവസം തന്നെ ഈ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതെല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ഈ രീതിയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടും പരസ്പരം സൗഹൃദത്തോടു കൂടിയും മുന്നോട്ട് പോകേണ്ടുന്നവരാണ്, ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി. അപ്പോൾ ആ ഒരു പ്രചോദനത്തെ മുൻനിർത്തിയിട്ടാണ് പാളയം ജുമാ മസ്ജിദിൽ ഈ അർത്ഥത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത്.